പാലക്കാട് +1 വിദ്യാർത്ഥിനി അധ്യാപകന് നേരെ കയർത്ത് സംസാരിച്ചതും ഒരു വെല്ലുവിളിയായിട്ട് സംസാരിച്ചതും അതൊരു ഫോണിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് അല്ലേ? ഇതൊക്കെ നമുക്കെന്താണ്, മൊബൈൽ എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഉൾക്കൊള്ളാനോ എടുക്കാനോ പോലും പറ്റത്തില്ല. കുഞ്ഞു കുട്ടികൾ സഹിതം മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കരയുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മളെല്ലാ കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. ആഹാരം കഴിക്കാൻ മൊബൈൽ, പഠിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നേരം മൊബൈൽ കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള സിസ്റ്റം എല്ലാ വീട്ടിലുമുണ്ട്. ഈ കുട്ടി അധ്യാപകനോട് കയർത്ത് സംസാരിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ അങ്ങനെ സ്വഭാവം വീട് കടത്ത് തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് ഭയങ്കര കാലാവസ്ഥയിലേക്ക് വീട് കെടുക്കണേ. സാറിന് പിന്നെ എവിടെയും പുറത്ത് കിട്ടിയ തീർത്തിനാണ് കൊന്നിടും, കൊന്നിടും. ഇന്നിന്റെ ഫോൺ കണ്ടോ? കണ്ടില്ലേ എന്ത് മോശമായിട്ടാണ് ഒരു അധ്യാപകനോട് ആ കുട്ടി സംസാരിക്കുന്നത്. അവസാനം കസേര എടുത്ത് എറിയാൻ പോലും കുട്ടി മടി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? നമ്മളൊക്കെ പഠിച്ച സമയത്ത് അധ്യാപകരെന്ന് പറഞ്ഞാൽ അവരൊരു നോട്ടം നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു അടി തന്നാൽ തന്നെ നമുക്ക് എന്ത് പേടിയും എന്ത് ഭയഭക്തിയുമാണല്ലേ. ഇപ്പോൾ പക്ഷേ അധ്യാപകർ അടിച്ചാൽ കുറ്റം, അല്ലെങ്കിൽ അവരൊരു ചെറിയ ചെറിയ ശിക്ഷകൾ ചെയ്താൽ അതും കുറ്റമാണ് അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വിദ്യാർത്ഥികൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ കയർത്ത് അധ്യാപകരോട് സംസാരിക്കാനൊക്കെയുള്ള അവസരങ്ങൾ നമ്മളായിട്ട് തന്നെ സൃഷ്ടിക്കുകയാണ്. പിന്നെ മൊബൈൽ ഒരു ലഹരിയാണല്ലേ, ഡ്രഗ്സ് പോലെ തന്നെ ഒരു അഡിക്റ്റാണ്. ജനിച്ച് വരുന്ന കുഞ്ഞുങ്ങൾ പോലും മൊബൈൽ കണ്ടാൽ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു അഡിക്റ്റായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇപ്പോൾ ആ കുട്ടി അധ്യാപകനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ടിലൂടെ എല്ലാം കാണാം. അധ്യാപകൻ അത് ക്ഷമിക്കുന്നതായും കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു രക്ഷകർത്താവിൻ്റെ ഒരു ബന്ധം, അതായത് നമ്മൾ അച്ഛനും അമ്മയും മക്കൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കില്ല, അതുപോലെയുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ വീട്ടിൽ നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ വരുത്താതിരിക്കുക. കാരണം മൊബൈലൊക്കെ ഒരു അഡിക്റ്റ് ആക്കാതിരിക്കുക കുട്ടികളുടെ. അപ്പോൾ എന്തായാലും തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണാൻ തന്നെ പറ്റും.